ഇപ്പൊ എന്താ പെണ്ണുങ്ങളുടെ ഒരു ഒരു ഇളക്കം, അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം. എടി നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി എനിക്ക്. കൊണക്കുണ്ട് എന്റെ ഒരു ഏതോ ഇരുത്തി ഒരു വോയിസ് ഇട്ടിരിക്കുകയാണ് അവളെ കോടതി കയറ്റി അവളെ വക്കീൽ. എടി ഞങ്ങള് കാണാത്ത കോടതിയില്ല, ഞങ്ങള് കാണാത്ത വക്കീലില്ല, ഞങ്ങള് കാണാത്ത പോലീസ് സാറുമാരില്ല, വേറുള്ളവളുമാരില്ലടി. നിന്റെ കയ്യിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ ഒന്ന് ആ തെറി വിളിക്കണ ചാത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിക്കാട്ട്. എന്നാ നിന്നെ ഞാൻ പെണ്ണാണെന്ന് സമ്മതിച്ചു തരും. ഓക്കെ അല്ലേ? നീ രണ്ടും കെട്ട ജന്മമാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഡൽഹി വേൾഡ് മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റ് രമാ മേഡത്തിൻ്റെ ഒരു വോയിസ് പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് നമ്മളും വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് ഷാജിദ ഷാജി. ആണും പെണ്ണും കെട്ടവൾ എന്ന് വിളിക്കേണ്ടി വരുമെന്നാണ് ഷാജിദ പറയുന്നത്. തനിക്കറിയാത്ത പോലീസും പട്ടാളവും കോടതിയൊന്നും ഇന്ത്യയിൽ എവിടെയും ഇല്ല എന്നും എല്ലാവരെയും തനിക്കറിയാമെന്നും അത്തരം ഒരു കോപ്പും കാണിച്ച് എന്നെ പേടിപ്പിക്കേണ്ട എന്നാണ് ഷാജിദ ഷാജി പറയുന്നത്. വേറെയും തെറി ചാനലുകൾ പറയുന്ന ഒരുപാട് ചാനലുകൾ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അത്തരം ചാനലുകൾ പൂട്ടിയതിന് ശേഷം മാത്രം മതി എൻ്റെ ഈ ചാനൽ പൂട്ടിക്കാൻ എന്നാണ് ഷാജിദ പറയുന്നത്. തീർച്ചയായും നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ സബ് ചെയ്ത ശേഷം ലൈക്ക് ചെയ്ത ശേഷം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യമായി ഷാജിയുടെ പ്രതികരണത്തിലേക്ക് പോകാം. എന്താ പെണ്ണുങ്ങളുടെ ഒരു ഒരു ഇളക്കം, അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം. എടി നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി എനിക്ക്. എന്റെ പടച്ചോൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നും വിജയിച്ചിട്ടേ ഇരിക്കൂ. അത് ഇതുവരെ എനിക്ക് തെളിയിച്ചു തന്നത് എന്റെ പടച്ചോനാണ്. അത് നിന്നെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലടി. അത് നിന്നെ ഒന്നും പിന്നെ എന്റെ ചാനല് പൂട്ടിയാലും എനിക്ക് ജീവിക്കാൻ അറിയാടി. എന്റെ ചാനല് പൂട്ടിച്ചാലും എനിക്ക് ജീവിക്കാൻ അറിയാം. ഓക്കെ, തെറി വിളിക്കണ താത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിച്ച് താ നിങ്ങള്. എന്നാ ഞാൻ നിങ്ങളിതാ ഇങ്ങനെ വിളിക്കാം. തെറി വിളിക്കണ ഒരുപാട് 11 മണിക്ക് ശേഷം തെറി വിളിക്കണ ഒരുപാട് ലൈവ് ചാനലുകളുണ്ട്. ഒന്നാണ് സ്ക്രോൾ ചെയ്ത് പോയി പറഞ്ഞാലും ഇഷ്ടം പോലെ ചാനലുകളുണ്ട്. അവളുമാരനൊക്കെ ഒന്ന് പൂട്ടിച്ചേരാൻ നിങ്ങൾക്ക് പറ്റോ? എന്നാ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണോ? ആ ചാനലുകളൊക്കെ പൂട്ടിച്ചാ എന്റെ ചാനൽ നിങ്ങൾ പൂട്ടിക്കണം. എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഫസ്റ്റ് അവളുമാരനെ പൂട്ടിക്കണം. എന്നതിന് ശേഷം എന്റെ ചാനൽ പൂട്ടിക്കും. ഓക്കെ, കൊറേ കൊണക്കുണ്ട് എന്റെ ഒരു ഏതോ ഇരുത്തി ഒരു വോയിസ് ഇട്ടിരിക്കുകയാണ് അവളെ കോടതി കയറ്റി അവളെ വക്കീൽ. എടി ഞങ്ങള് കാണാത്ത കോടതിയില്ല, ഞങ്ങള് കാണാത്ത വക്കീലില്ല, ഞങ്ങള് കാണാത്ത പോലീസ് സാറുമാരില്ല, വേറുള്ളവളുമാരില്ലടി. ഓക്കെ, ഞങ്ങള് കാണാത്ത ആൾക്കാരൊന്നുമില്ല. നിന്റെ കയ്യിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ ഒന്ന് ആ തെറി വിളിക്കണ ചാത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിക്കാട്ട്. എന്നാ നിന്നെ ഞാൻ പെണ്ണാണെന്ന് സമ്മതിച്ചു തരും. ഓക്കെ അല്ലേ? നീ രണ്ടും കെട്ട ജന്മമാണ്. നീ രണ്ടും കെട്ട ജന്മമാണ്. അതിനെനിക്കൊന്നും നിന്നോട് പറയാനല്ല മോളെ. ഷാജിദ പറയുകയാണ്, ഒരുപാട് ആൾക്കാർക്ക് ചൊറിച്ചിലാണ് അവരുടെ ചാനൽ കണ്ടിട്ട് എന്നാണ് പറയുന്നത്. അത്തരം ഒരു മേഡത്തിൻ്റെ വോയിസുമായി ഒരുപാട് ചാനലുകൾ വന്നിരിക്കുന്നു എന്നും അവൾ കാണാത്ത കോടതിയും അതുപോലെ തന്നെ പോലീസും അതുപോലെ പട്ടാളവും ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഷാജിദ ഷാജി എല്ലാവരെയും കണ്ടിട്ടുണ്ട്, അതൊന്നും കാണിച്ച് ഷാജിദയെ ആരും പേടിപ്പെടുത്തേണ്ടതില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് തെറികൾ പറയുന്ന ചാനലുകൾ വേറെയുമുണ്ട്. അത്തരം ചാനലുകൾ പൂട്ടിച്ചതിന് ശേഷം വരികയാണെങ്കിൽ ഞാൻ അവളെ പെണ്ണ് എന്ന് വിളിക്കുമെന്നും അല്ലാത്ത പക്ഷം രണ്ടും കെട്ടവൾ എന്നാണ് രമാ മേഡത്തിനെ നമ്മുടെ ഷാജിദ ഷാജി അഭിസംബോധന ചെയ്യുന്നത്. ഷാജിദയോട് നമുക്ക് വിനീതമായിട്ട് പറയാനുള്ളത്, ഷാജിദ ഷാജി ഒരു വേൾഡ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും താങ്കളുടെ ചാനൽ ഒരു ദിവസം കൊണ്ട് പൂട്ടാനാവില്ല എന്നുള്ളത് നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം. കാരണം ഈ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഒരിക്കലും ഇന്ത്യൻ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ അല്ല. അത് അമേരിക്കയുടെ നിയമം, US-ൻ്റെ നിയമം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. തീർച്ചയായിട്ടും രാജ്യത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം കൊണ്ട് ആ ചാനൽ പൂട്ടിപ്പോവും. മാത്യു ടി തോമസിൻ്റെ ചാനലൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട രീതിയിൽ മോശമായ കമൻറ്റുകളും അതുപോലെ തന്നെ വാർത്തകളും എല്ലാം പ്രസിദ്ധീകരിച്ചെന്ന് പറഞ്ഞ് അത്തരം ചാനലുകൾ ഒരു ദിവസം കൊണ്ട് പൂട്ടിക്കെട്ടിയിരുന്നു. അല്ലാത്ത രീതിയിലുള്ള ചാനലുകൾ എല്ലാം പൂട്ടണം എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കടമ്പകൾ തീർച്ചയായിട്ടും കടക്കേണ്ടതുണ്ട്. അതിന് സുപ്രീം കോടതിയിൽ ഒരു പരാതി കൊടുത്തത് കൊണ്ട് പിറ്റേന്ന് ചാനൽ പൂട്ടിപ്പോയില്ല എന്നൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കാനുള്ള എല്ലാ ബുദ്ധിയും ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അതുപോലെ തന്നെയാണ് താങ്കളുടെ ചാനലും അത്ര പെട്ടെന്നൊന്നും പൂട്ടുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് യൂട്യൂബിൻ്റെ നിയമം അറിയുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ തീർച്ചയായിട്ടും അതിനുള്ള ആക്ഷനുകൾ, അതിനുള്ള നടപടികൾ തീർച്ചയായിട്ടും പുറകെ വരുന്നുണ്ട് ദാസ എന്നാണ് പറയാനുള്ളത്. ഷാജിദ ഷാജി വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് മക്കളുമായി ബന്ധപ്പെട്ടത് കേൾക്കാം. എന്നെ
വെച്ച് അവൾ അങ്ങനെ ആക്കി, അവൾ ഇങ്ങനെ ആക്കി, അവൾ അതാക്കി, അവൾ ഇതാക്കി, അവളുടെ മക്കളും ഗുണ്ടകളാക്കി, അവളുടെ മക്കളെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി. എടാ എനിക്കറിയണം എന്റെ മക്കളെ 15 കൊല്ലം പോറ്റാന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങോട്ടും എങ്ങനെ ഏത് രീതിയിൽ ആർക്കൊക്കെ റെസ്പെക്ട് കൊടുക്കണം, ആർക്കൊക്കെ വേറുള്ളത് ചെയ്യണമെന്ന് എന്റെ മക്കളെ നന്നായി നോക്കണ ആളാണ് ഞാന്. പിന്നെ നിന്റെ കണ്ണാക്കിൽ കയറി അവന്മാര് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദികളല്ലടാ. അവര് നല്ല ബുദ്ധിയുള്ള മക്കളാടാ. അപ്പൊ അവര് പറയൂടാ, 10ഉം 16ഉം വയസ്സായ കുട്ടികളാടാ, പറയും. അവരുടെ ഉമ്മാനെ തെറി വിളിച്ചാൽ അവര് നന്നായിട്ട് തെറി അങ്ങോട്ടും വിളിക്കും. അതൊക്കെ അവർക്ക് അറിയും. എവിടെയാണ് നിൽക്കേണ്ടത്, നിൽക്കേണ്ട അവിടുത്തെ നിൽക്കാൻ എന്റെ മക്കൾക്ക് അറിയും. അത് നിങ്ങൾ എന്റെ കുട്ടികളെ ഗുണ്ടകളാക്കും, എന്റെ കുട്ടികളെ അങ്ങനെ ആക്കും, നിങ്ങൾക്ക് വല്ല നഷ്ടം. അപ്പോൾ ഷാജി പറയുന്നുണ്ട്, 10-15 വർഷമായി താൻ എൻ്റെ മക്കളെ പോറ്റുന്നു, അവരെ ഇനി എങ്ങനെ പോറ്റണമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഞാൻ മക്കളെ ഗുണ്ടകളായിട്ട് വളർത്തുന്നു, അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കണു എന്ന് പറയുന്ന ഒരുപാട് പുല്ലന്മാരുണ്ട് എന്നാണ് ഷാജിദ പറയുന്നത്. ഷാജിദാനോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ നിങ്ങളെ ഇഷ്ടത്തിന് ഏത് തോന്നിവാസത്തിനും അനുസരിച്ച് വളർത്താൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ താങ്കൾക്ക് എന്നല്ല ആർക്കും അതിനുള്ള അധികാരം നമ്മുടെ രാജ്യം തരുന്നില്ല. ഇവിടുത്തെ ഏതൊരു പൗരനും എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച് ഒരു നിഘണ്ടു അല്ലെങ്കിൽ ഒരു ഭരണഘടന അല്ലെങ്കിൽ ഒരു ബൈലോ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ മാത്രമേ നിങ്ങൾക്ക് എന്നല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവർക്കും സാധിക്കുകയുള്ളൂ. അത് ഷാജിദക്ക് പ്രത്യേകമായിട്ട് ഒരു നിയമമോ ഒരു നിയമ സംവിധാനമോ ഒന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വളർത്താം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വളർത്താം. പക്ഷേ അത് മറ്റുള്ളവർക്ക് ദോഷകരമായ രീതിയിൽ വളർത്തുകയും അതുപോലെ തന്നെ തോന്നിവാസം പറയുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യാൻ താങ്കൾക്ക് യാതൊരു വിധത്തിലുള്ള അധികാരവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഷാജിദക്ക് നമുക്ക് അത് വെച്ച് പറയാനുള്ളത്. അതുപോലെ നിങ്ങളെ മക്കളെ കൊണ്ട് തെറി പറയിപ്പിക്കുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒരു ഫാമിലി ചാനലാണ്, ഒരു ഫാമിലി ബ്ലോഗാണ്. അതൊരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അതാണ് പ്രശ്നം. താങ്കൾ ഒരു കാര്യം ചെയ്യണം. താങ്കൾക്ക് ഉമ്മയെ താങ്കൾ അടിച്ചിറക്കി ഒഴിവാക്കി പോട്ടെ, താങ്കൾക്ക് ഭർത്താവില്ല അതും പോട്ടെ. താങ്കൾ ഒരു കാര്യം ചെയ്യണം. താങ്കളുടെ അയൽവാസികളായ ഒരു 3 ഫാമിലിയെ, അച്ഛനും അമ്മയും പെങ്ങളും അടങ്ങുന്ന ഒരു 3 ഫാമിലിയെ താങ്കൾ വിളിച്ച് താങ്കളുടെ വീട്ടിലിരുത്തിയിട്ട് ലൈവായിട്ട് താങ്കൾ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് താങ്കൾ ചെയ്യുന്ന ഈ ഫാമിലി ബ്ലോഗ് എന്ന് താങ്കൾ അവകാശപ്പെടുന്ന ആ ഒരു ചാനൽ അവരുടെ മുന്നിൽ വെച്ച് സംപ്രേഷണം ചെയ്തതിന് ശേഷം അത് തീർത്ത് ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് താങ്കൾ ഒന്ന് വിലയിരുത്തിയാൽ മാത്രം മതി. അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും എന്തിനാണ് താങ്കളുടെ ചാനൽ എടുത്തു വെച്ചുകൊണ്ട് റിയാക്ട് ചെയ്യുന്നത് എന്ന് താങ്കൾക്ക് മനസ്സിലാവും. അല്ലാതെ താങ്കളെ റീച്ച് കണ്ട് പേടിച്ചിട്ടൊന്നുമല്ല ഷാജിദ. അത് നിങ്ങൾ മനസ്സിലാക്കണം. താങ്കളുടെ ചാനൽ അത്തരം ഫാമിലിക്ക് കണ്ടിരുന്ന് കാണാൻ വേണ്ടി കൊള്ളില്ല. അത് 100% സത്യമായ ഒരു കാര്യമാണ്. ബാക്കി കേൾക്കും. അതൊക്കെ അവർക്ക് അറിയും. എവിടെയാണ് നിൽക്കേണ്ടത്, നിൽക്കേണ്ട അവിടുത്തെ നിൽക്കാൻ എന്റെ മക്കൾക്ക് അറിയും. അത് നിങ്ങൾ എന്റെ കുട്ടികളെ ഗുണ്ടകളാക്കും, എന്റെ കുട്ടികളെ അങ്ങനെ ആക്കും, നിങ്ങൾക്ക് വല്ല നഷ്ടം. കുറെ ഗുണ്ടകളുണ്ടല്ലോ, പെണ്ണുങ്ങളെ കഷ്ണാക്കി മുറിക്കുന്ന ചങ്ങായിമാരുണ്ട്, കുട്ടികളെ കിണറ്റിലും വേറുള്ളോടും കൊണ്ടിടുന്ന ആൾക്കാരുണ്ട്. എന്താടാ നിങ്ങൾ അവന്മാരുടെ പിന്നാലെ ഒന്നും പോവാത്തത്? എന്റെ പറ്റില്ലേ നിങ്ങൾക്ക്? അവരെ ഒന്നും പിടിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അവരുടെ കൊണ്ട് ജയിലിടാൻ നിങ്ങൾക്ക് പറ്റില്ലേ? ഞാൻ എന്റെ മക്കളെ വളർത്താൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിന്റെ റീച്ച് കണ്ടിട്ട് നക്കികൾക്ക് ഇത്ര പൊള്ളാൻ എന്താ? ഷാജിദയുടെ ചാനൽ കണ്ട് റീച്ച് കണ്ടിട്ട് ഇവിടെ ചില പുല്ലന്മാർക്കും പുല്ലത്തിമാർക്കും വിരളി വിളിക്കുന്നു എന്നാണ് ഷാജിദ പറയുന്നത്. താങ്കളുടെ വിചാരം 2 ലക്ഷം സബ്സ്ക്രൈബറുള്ള താങ്കളുടെ ഒരു ചാനലാണ് ഈ കേരളത്തിൽ ഏറ്റവും വലിയ ചാനൽ എന്നാണ്. ഇവിടെ കോടിക്കണക്കിന് സബ്സ്ക്രൈബറുള്ള KM ബിജു ബ്രോയെ പോലുള്ള ചാനൽ കൊണ്ട് നിങ്ങൾ ആ ചാനലൊക്കെ പോയിട്ട് അവരെ ഫാമിലി ബ്ലോഗ് ഒന്ന് കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഫാമിലി ബ്ലോഗ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് റീച്ചുണ്ട്, എങ്ങനെ റീച്ച് ഉണ്ടായി എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഒരു 5 കുട്ടികളുടെ വാപ്പയില്ലാത്ത 5 കുട്ടികളുടെ ഒരു ഉമ്മയാണ് എന്നുള്ള ഒരു സിമ്പതിയുടെ പുറത്ത് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് ജനങ്ങൾ താങ്കളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങളുടെ കഴിവ് കണ്ടിട്ടോ ഒന്നുമല്ല. ഈ മക്കളോടുള്ള സ്നേഹം തീർച്ചയായിട്ടും 5 മക്കളെ പോറ്റാനുള്ള ഒരു വിഷമം എന്താണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം ഒരു കുട്ടികളെ പോറ്റാനുള്ള വിഷമം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളൊരു 5 കുട്ടികളെ പോറ്റുന്നുണ്ട്, അത് വാപ്പയില്ലാത്ത കുട്ടികളാണ് എന്നുള്ളൊരു സിമ്പതി നിങ്ങളുടെ കാര്യത്തിൽ ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും താങ്കളോടുണ്ട്. അത് തന്നെയാണ് താങ്കൾ അത് മിസ്യൂസ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. താങ്കളുടെ വീഡിയോ പണ്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാകും. ഒരു വീഡിയോക്ക് ഏകദേശം 4 ലക്ഷം 5 ലക്ഷം കാഴ്ചക്കാർ ഉണ്ടായിരുന്ന നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ കാണുന്നത് ഏകദേശം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് 1.40, 1.30 അല്ലെങ്കിൽ 45, 47 എന്നുള്ള ഒരു കൗണ്ടിലേക്ക് എത്തിന്നിരിക്കുന്നു. എന്തുകൊണ്ട്? താങ്കളുടെ ഈ നെഗറ്റീവ് ഇമേജ് കൊണ്ട് തന്നെയാണത്. താങ്കൾ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി ബ്ലോഗർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് 2 അല്ല 4 അല്ല 10 ലക്ഷം സബ് ഉണ്ടായിരിക്കും.
പിന്നെ നിങ്ങൾ ചോദിക്കും ഞങ്ങളെപ്പോലുള്ള ചാനലുകൾ സബ് 4-5 കൗണ്ടുള്ളത് വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് 140K 150K ഉണ്ടാവുന്നത്? ഹേറ്റേഴ്സ് കൂടുതലാണ് സാജിദ. കാരണം നീ പറയുന്ന തെറി, നീ പറയുന്ന വൃത്തികേടുകൾ തീർച്ചയായിട്ടും അതിനെതിരെ ഈ ഫാമിലിയായിട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും എതിരഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിന്നേക്കാട്ടിൽ കൂടുതലും റീച്ച് ഞങ്ങളെപ്പോലുള്ള റിയാക്ട് ചെയ്യുന്ന ചാനലുകൾക്ക് കിട്ടുന്നത് എന്ന് നീ മനസ്സിലാക്കണം. അങ്ങനെ നീ തിരുത്തി നല്ല വീഡിയോ ചെയ്യുന്ന കാലത്തോളം നിനക്ക് റീച്ച് കുറയും. നീ നല്ല വീഡിയോ ചെയ്യുന്ന കാലത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് റീച്ച് കൂടും. അത് കേരളത്തിലെ എല്ലാ സഹോദരന്മാരും ഈ വീഡിയോ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും തീർച്ചയായിട്ടും നിൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഇരുന്ന് കാണുകയും ചെയ്യും. അത്തരം ആൾക്കാരെ നീ പച്ച തെറിയാണ് വിളിക്കുന്നത്. നിനക്കൊരു കമൻ്റ് ഇട്ടാൽ നീ അവരെ വിളിക്കുന്നത് പുല്ലത്തികൾ എന്നാണ്. എത്ര സംസ്കാരശൂന്യമായ വർത്തമാനമാണ് നീ പറയുന്നത് എന്ന് എപ്പോഴെങ്കിലും നീ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിൻ്റെ അയൽവാസികളെ വിളിച്ച് മുന്നിലിരുത്തിക്കൊണ്ട് നിൻ്റെ ചാനലൊന്ന് വെച്ച് അവരെ കാണിച്ചിട്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് മനസ്സിലാവും. അന്ന് നീ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ വേൾഡ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് രമാ മേഡത്തിനെ തെറി പറഞ്ഞതുകൊണ്ടോ നിന്നെ കമൻ്റ് ഇടുന്നവരെ തെറി പറഞ്ഞതുകൊണ്ടോ ഒന്നും നിനക്ക് റീച്ച് കൂടാൻ വേണ്ടി പോകുന്നില്ല. അത് നീ മനസ്സിലാക്കി തിരുത്തിയാൽ നിനക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.